മനുഷ്യ ശരീരത്തിൽ നിന്നും നിർവീര്യമാക്കാത്തൊരു ബോംബ് പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാണോ? പോട്ടെ, ഒരു സ്ത്രീയുടെ വയറിനകത്ത് നിന്നും ജീവനുള്ളൊരു പാമ്പിനെ ജീവനോടുകൂടെ തന്നെ പുറത്തെടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത്തരത്തിൽ അവിശ്വസനീയമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സൺഡേ ഫൺഡേ എപ്പിസോഡിലൂടെ നോക്കാൻ പോകുന്നത്. വെൽക്കം ബാക്ക് ടു AF വേൾഡ്. അഫ്ലു ഹിയർ. നമ്മൾ ലിസ്റ്റിലെ ഒന്നാമത്തെ കാര്യത്തിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള 30 സെക്കൻഡ്സ് വരുന്ന റീൽസ് നിരന്തരമായിട്ട് അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ യൂട്യൂബിലും ഇനി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഷോർട്സുകൾ അപ്ലോഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിനോടകം തന്നെ കുറച്ച് ഷോർട്സൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഈ ഒരു ചാനലിലല്ല. അപ്പോൾ നമ്മൾ AF വേൾഡ് ഷോർട്സ് എന്ന് പറഞ്ഞിട്ട് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് വേറൊരു ചാനൽ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും ഇതിൽ കയറി വെക്കുക. വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് അതായത് ഒരു 30 സെക്കൻഡ്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായിട്ടുള്ള അറിവുകൾ ആ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നമ്മുടെ ഒന്നാമത്തെ കാര്യത്തിലോട്ട് പോകാം. സംഭവം നടക്കുന്നത് UK-യിലാണ്. അവിടെ ഒരു മുത്തച്ഛന് പട്ടാണി കഴിക്കാൻ വളരെയധികം ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ നിരന്തരമായിട്ട് അയാൾ എപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോഴും അപ്പോഴൊക്കെ ഈ പട്ടാണി കൂടുതലായിട്ട് ഭക്ഷിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള നെഞ്ചുവേദന വരികയാണ്. ആ ഒരു സമയത്ത് അദ്ദേഹം ചിന്തിച്ചൊരു കാര്യം, എൻ്റെ എക്സ്പയറി ഡേറ്റ് ഏറെക്കുറെ ആയിട്ടുണ്ട്, അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള നെഞ്ചുവേദന വന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ ഡോക്ടർമാരൊന്നും കാണിക്കണ്ട, എല്ലാം ഇനി ദൈവത്തിന് വിട്ടുകൊടുത്ത് വിശ്രമിക്കാം എന്നായിരുന്നു അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വൈഫ് ആ ഒരു ചിന്താഗതിക്ക് ഒരിക്കലും കൂട്ടു നിന്നില്ല. അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തിനെയും കൂട്ടിയിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് പ്രാഥമികമായിട്ടുള്ള പരിശോധനകളിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഡോക്ടർമാർക്ക് കാണാൻ സാധിച്ചില്ല. അതിനെ തുടർന്നാണ് ഡോക്ടർ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് നിർദ്ദേശിക്കുന്നത്. ആ ഒരു സ്കാൻ ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന ഒരു കാര്യമായിരുന്നു ഡോക്ടർമാർക്ക് കാണാൻ സാധിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ആമാശയത്തിലേക്ക് പോകുന്നതിന് പകരമായിട്ട് ഒരു പട്ടാണി നേരെ ചെന്നത് ഇദ്ദേഹത്തിൻ്റെ ലെൻസിനകത്തേക്കാണ്. അവിടെ ആ ഒരു പട്ടാണി 1.25 സെൻറ്റിമീറ്ററുകളോളം വളർന്നു വന്നിരിക്കുന്നു. ഈ ഒരു സാധനമാണ്, അല്ലെങ്കിൽ അദ്ദേഹം കൂടുതലായിട്ട് ഇഷ്ടപ്പെട്ട് കഴിച്ചിട്ടുള്ള ഈ ഒരു പട്ടാണി അദ്ദേഹത്തിന് ഉള്ളിൽ തന്നെ വളരാൻ ആരംഭിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു നെഞ്ചുവേദന അദ്ദേഹത്തിന് വന്നിട്ടുണ്ടായിരുന്നത്. എന്തെന്നായാലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വളർന്നു വന്നിട്ടുണ്ടായിരുന്ന പട്ടാണി തയ്യെ ഡോക്ടർമാർക്ക് വളരെ സുഖമായിട്ട് തന്നെ എടുത്ത് ഒഴിവാക്കാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ ഇനി മുതൽ പട്ടാണി, കടല എന്നിവ കഴിക്കുന്ന ആളുകൾ തീർച്ചയായിട്ടും ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ലിസ്റ്റിൽ രണ്ടാമതായിട്ട് വരുന്നത് 2012 ജനുവരിയിൽ നടന്നിട്ടുള്ള ഡാൻഡെ ഉട്ട്ലോ എന്ന് പേരുള്ള അമേരിക്കൻ സ്വദേശിയുടെ കാര്യമാണ്. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പുതുതായി കല്യാണം കഴിച്ച ഭാര്യയും കൂടി അവരുടെ ഷെഡിൽ കാര്യമായിട്ട് ചിരിച്ച് കളിച്ച് പണികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നെയിൽ ഗൺ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ചുറ്റിക്ക് വെച്ച് അടിച്ചടിച്ചാണ് ആണികൾ താഴ്ത്തുന്നതെങ്കിൽ അവിടെയൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് നെയിൽ ഗൺ. അപ്പോൾ പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സാധനം ഒരൊറ്റ പ്രസ് കൊണ്ട് തന്നെ നമുക്ക് എവിടെയാണോ തറക്കേണ്ടത് ആ ഒരു സ്ഥലത്ത് ആണി തറക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പോൾ ഈ ഒരു സാധനമൊക്കെ വെച്ചിട്ടാണ്, ഈ ഒരു നെയിൽ ഗണ്ണൊക്കെ വെച്ചിട്ടാണ് അവരിങ്ങനെ പാട്ടും പാടി സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ ഓരോ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ അശ്രദ്ധ കാരണമായിട്ട് നേരെ മുമ്പോട്ട് വെക്കേണ്ട ഈ ഒരു നെയിൽ ഗൺ ഇദ്ദേഹം നേരെ തിരിച്ചു പിടിച്ച് 2 തവണ വെക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തലയിൽ പെട്ടെന്ന് തന്നെ എന്തോ ഒരു വേദന അനുഭവപ്പെട്ടതായിട്ട് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ പുറകിലായിട്ട് ഒരു ആണി കിടക്കുന്നതും കാണാൻ സാധിച്ചു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചൊരു കാര്യം, ആണി നേരെ തലയിൽ വന്ന് തറച്ച് അതിനുശേഷം പിന്നെ തെറിച്ചിട്ട് പുറകോട്ട് പോയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഉടനെ തന്നെ ഭാര്യ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ഓടി വന്നു. അദ്ദേഹത്തിൻ്റെ തലയിൽ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ബ്ലീഡിങ് ഉണ്ടായിരുന്നു. ചെറിയ രീതിയിൽ ഇങ്ങനെ ചോര വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും പ്രാഥമികമായിട്ടുള്ള ശുശ്രൂഷ ഭാര്യ തന്നെ നടത്തുകയാണ്. അതോടുകൂടി തന്നെ ബ്ലീഡിങ് അവിടെ സ്റ്റോപ്പായി. അന്നേ ദിവസം രാത്രിയിൽ ഇവർ ഒരുപാട് നേരം സംസാരിച്ചു. വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം കിടന്നുറങ്ങി. എന്നാൽ പിറ്റേ ദിവസം ഡാൻഡെ എണീക്കുമ്പോൾ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള തലവേദന വരികയാണ്. എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് യാതൊരു പിടിയും ഉണ്ടായിരുന്നില്ല. ആദ്യം അവർ ചിന്തിച്ചത് തലേ ദിവസം ആണി വന്ന് തട്ടിയതിൻ്റെ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ഇത്തരത്തിലൊരു തലവേദന ഉണ്ടാകുന്നത് എന്നായിരുന്നു. എന്നാലും കൂടുതലായിട്ട് താമസിപ്പിക്കാതെ അവർ നേരെ ഹോസ്പിറ്റലിലോട്ട് പോവുകയാണ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർമാർ ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യം, നെയിൽ ഗണ്ണിൽ നിന്നുള്ള ഒരു ആണി വന്ന് തറച്ച് പിന്നീട് ഒരിക്കലും തെറിച്ചു പോകില്ല എന്നായിരുന്നു. അതിനെ തുടർന്നാണ് ഡാൻഡെയോട് എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർമാർ ആവശ്യപ്പെടുന്നത്. അദ്ദേഹം അങ്ങനെ എക്സ്റേ എടുത്തപ്പോൾ അതിൻ്റെ റിസൾട്ട് കണ്ട സമയത്ത് ഡോക്ടർമാർ ആകെ കൂടെ ഞെട്ടിത്തെറിച്ചുപോയി. കാരണം ആണി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ തലയിൽ വന്ന് തെറിച്ചു പോവുകയല്ല ചെയ്തിട്ടുണ്ടായിരുന്നത്. തലയുടെ ഉള്ളിലോട്ട്, തലച്ചോറിന് ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു സ്കാൻ റിസൾട്ട് അല്ലെങ്കിൽ ഈ എക്സ്റേയുടെ റിസൾട്ട് ഡാൻഡെയെ കാണിച്ചപ്പോൾ
നിങ്ങളെന്താ നമ്മളെ മക്കാറാക്കുക എന്നുള്ള നിലക്കായിരുന്നു ഡാൻഡിയുടെ പ്രതികരണം ഉണ്ടായിരുന്നത്. കാരണം ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു സംഭവമാണ് അവിടെ നടന്നിട്ടുള്ളത്. എന്നിട്ടും ഡാൻഡയ്ക്ക് അത്ര കാര്യമായിട്ടുള്ള വേദനയോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. ആകെ കൂടി ഒരു തലവേദന മാത്രമേ ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാൽ പോലും ആണി തറച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ തലച്ചോറിൻ്റെ ഉള്ളിലായിരുന്നു. എങ്ങനെയാണിത് സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്നിട്ട് കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്, വേദന ഒന്നും ഇല്ലാത്തതെന്നൊക്കെ ഡോക്ടർമാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, ഈ വേദന തിരിച്ചറിയുന്ന നെർവ്സ് ഒക്കെ തലയുടെ പുറംഭാഗത്താണുള്ളത്. എന്നാൽ ഇത് ഉള്ളിലോട്ട് ആഴ്ന്നിറങ്ങി പോയതുകൊണ്ട് മാത്രമാണ് ഡാൻഡയ്ക്ക് ഇത്തരത്തിൽ യാതൊരു വേദനയും അല്ലെങ്കിൽ അത്ര ശക്തമായിട്ടുള്ള വേദനയോ മറ്റോ ഒന്നും അറിയാൻ സാധിക്കാഞ്ഞത് എന്നാണ്. എന്തെന്നായാലും എത്രയും പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ നടത്തണം എന്നതുകൊണ്ട് തന്നെ ഡാൻഡയുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ്. അപ്പോഴും ഈ ചങ്ങായി കാര്യമായിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരു സെൽഫി എടുത്തിട്ട് തനിക്ക് സംഭവിച്ച കാര്യങ്ങളെല്ലാം FBയിലൂടെ പങ്കുവെക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഡാൻഡയ്ക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു കാര്യം പുറം ലോകം അറിയുന്നത്. വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഇത്തരത്തിൽ തലയുടെ ഉള്ളിൽ, പ്രത്യേകിച്ച് തലച്ചോറിനുള്ളിൽ വരെ ഒരു ആണി തറച്ചു കയറിയിട്ട് പോലും ഡാൻഡയ്ക്ക് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും സംഭവിച്ചില്ല, ജീവൻ നഷ്ടമായില്ല എന്നൊക്കെ പറഞ്ഞത് വളരെ വലിയൊരു അത്ഭുതം തന്നെയാണ്. നമ്മുടെ ലിസ്റ്റിൽ മൂന്നാമതായിട്ട് വരുന്നത് 2017 UK നടന്നൊരു സംഭവമാണ്. അവിടെ 17 വയസ്സ് പ്രായമായിട്ടുള്ള വളരെയധികം എനർജറ്റിക് ആയിട്ടുള്ള കൂട്ടുകാരോടൊപ്പം പല തരത്തിലുള്ള ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്ത് നടക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ദിവസം കാര്യമായിട്ടുള്ള വയറുവേദന വരികയാണ്. അവൾ ആദ്യം ചിന്തിച്ചത് താൻ പ്രഗ്നൻ്റ് ആയോ എന്നൊരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പുറത്ത് മറ്റുള്ളവരോടൊക്കെ ഇത് ഷെയർ ചെയ്യാൻ അവൾക്ക് വളരെ വലിയ രീതിയിലുള്ള മടി ഉണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് അവൾ നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. ഹോസ്പിറ്റലിൽ ചെന്ന് അവളെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഡോക്ടർമാർക്ക് ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു കാണാൻ സാധിച്ചത്. ആ കുട്ടിയെ, 17 വയസ്സ് പ്രായമായിട്ടുള്ള പെൺകുട്ടിയെ ഓപ്പറേഷൻ ചെയ്തതിലൂടെ 19 ഇഞ്ച് നീളമുള്ള കിലോ കണക്കിന് മുടിയായിരുന്നു അവളുടെ വയറിനകത്തു നിന്നും ഡോക്ടർമാർക്ക് പുറത്തെടുക്കാൻ സാധിച്ചത്. എങ്ങനെയാണ് ഇത്രത്തോളം മുടി ഈ പെൺകുട്ടിയുടെ വയറിനകത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മറുപടി, ഈ പെൺകുട്ടിക്ക് റാപ്പൻസെൽ സിൻഡ്രം എന്ന പേരുള്ള ഒരു അസുഖം ഉണ്ടായിരുന്നു. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്വന്തം മുടി കടിച്ചു പറിച്ച് കഴിക്കുക. ഈ ഒരു അസുഖം ഉള്ളത് കൊണ്ടാണ് അവരുടെ വയറിനകത്ത് ഇത്രയധികം മുടി വന്നതെന്നാണ് ഡോക്ടർമാർക്ക് പിന്നീട് പറയാൻ സാധിച്ചത്. ഇതുപോലൊരു കേസ് 2012 ഇന്ത്യയിൽ മുംബൈയിലും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ തന്നെ 20 വയസ്സ് പ്രായമുള്ളൊരു സ്ത്രീയുടെ വയറിനകത്ത് നിന്നും കിലോ കണക്കിന് വരുന്ന അവർ കഴിച്ചിട്ടുള്ള അവരുടെ മുടി ഡോക്ടർമാർ ഇത്തരത്തിൽ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലിസ്റ്റിൽ നാലാമതായിട്ട് വരുന്നത് വളരെയധികം ആശ്ചര്യപ്പെടുത്തുന്ന, അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. സംഭവം നടക്കുന്നത് 2006 അതായത് അമേരിക്കയും അതുപോലെ തന്നെ അഫ്ഗാനും കാര്യമായിട്ട് ഇങ്ങോട്ട് വെടിവെക്കുന്നു, അങ്ങോട്ട് വെടിവെക്കുന്നു, ഇങ്ങോട്ട് മിസൈൽ ഓടുന്നു, അങ്ങോട്ട് മിസൈൽ ഓടുന്നു. ഇങ്ങനെ വളരെ വലിയ രീതിയിൽ തന്നെ ഒരു യുദ്ധം കണക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ അമേരിക്കൻ സേനയിൽപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ചാനിങ് മോസ് എന്ന് പറയുന്നത്. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് വെച്ചുകൊണ്ട് അഫ്ഗാൻ സേന അയച്ചിട്ടുള്ള ഒരു റോക്കറ്റ് പ്രൊപ്പല്ലഡ് ഗ്രനേഡ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബോംബ് വന്ന് പതിക്കുകയാണ്. പതിച്ചത് മറ്റെവിടെയല്ല, ചാനിങ് മോസിൻ്റെ വയറിനകത്തേക്കായിരുന്നു ഈ ഒരു സാധനം വന്ന് കുത്തി കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഈ ഒരു സാധനം, ഈ ഒരു ഗ്രനേഡ് പൊട്ടിയില്ല. പക്ഷേ ചുറ്റും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നിരുന്ന ആളുകൾക്കൊക്കെ വളരെയധികം ഭയമായി. കാരണം ഏത് സമയത്ത് വേണമെങ്കിലും ഈ ഒരു സാധനം പൊട്ടിത്തെറിക്കാം, എങ്ങാനും പെട്ടെന്ന് നിന്ന് അത് പുറത്തെടുത്ത് കഴിഞ്ഞാൽ പോലും പൊട്ടിത്തെറിക്കാം. എന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള കുറച്ച് ആളുകൾ അദ്ദേഹത്തെ താങ്ങി പിടിച്ച് എത്രയും പെട്ടെന്ന് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് അല്ലെങ്കിൽ മിലിറ്ററി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ ആദ്യം തന്നെ ചോദിച്ചത്, ഞങ്ങളെ കൂടെ കൊല്ലാൻ വേണ്ടിയിട്ടാണോ ഈ ഒരു ബോംബുമായിട്ട് നേരെ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് എന്നായിരുന്നു. കാരണം അതൊന്ന് പുറത്തെടുത്ത് കഴിഞ്ഞാൽ വരെ പൊട്ടാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിനെ തുടർന്ന് തന്നെ ചാനിങ് മോസ് എന്ന പേരുള്ള വ്യക്തിയെ ഹോസ്പിറ്റലിൽ നിന്നും തൊട്ടടുത്ത് കണ്ട വളരെ വലിയൊരു ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോയിട്ട് അതിന് നടുക്ക് കെടുത്തിയിട്ട് ഈ ഒരു ബോംബ് ഡിഫ്യൂസിങ് സ്ക്വാഡ് അവരുടെ എല്ലാവിധ വസ്ത്രങ്ങളൊക്കെ ധരിച്ചു വന്ന് ഈ ഒരു ബോംബൊക്കെ ഡിഫ്യൂസ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഒരു ശസ്ത്രക്രിയയിലൂടെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ബോംബ് ഡോക്ടർമാർ പുറത്തെടുത്തത്. എന്തെന്നാലും ചാനിങ് മോസ് എന്ന പേരുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വേറെ ലെവൽ ഭാഗ്യമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഒരു ഗ്രനേഡൊക്കെ ഇത്തരത്തിൽ വയറിനകത്ത് കയറി പോയിട്ട് പൊട്ടാതെ ഇന്നും ജീവനോടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞത് അപൂർവമായിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ 2 കുഞ്ഞുങ്ങളോട് കൂടെ തന്നെ വളരെ സുഖസുന്ദരമായിട്ട് അദ്ദേഹം അമേരിക്കയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിൽ 5ാമത്തെ കാര്യം നടക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യ എന്ന് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് പോയിക്കാലോ, എക്സ്ട്രീം ലെവലായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകളായിരിക്കും എന്നുള്ളത്. 2016 ഒരു വ്യക്തി ശക്തമായിട്ടുള്ള വയറുവേദനയെ തുടർന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണ്. ഡോക്ടർമാർ പലതരത്തിലുള്ള പരിശോധനകൾ നടത്തിയെങ്കിലും ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് ഈ ഒരു വയറുവേദന വരുന്നതെന്നൊന്നും കണ്ടെത്താൻ സാധിച്ചില്ല. അതിനെ തുടർന്നിട്ടാണ് ഒരു സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. അത്തരത്തിൽ സ്കാൻ ചെയ്ത ഒരു ഓപ്പറേഷനിലൂടെ ഡോക്ടർമാർക്ക് ഈ വ്യക്തിയുടെ, ഈ വിദ്വാൻ്റെ വയറ്റിനകത്ത് നിന്നും പുറത്തെടുക്കാൻ സാധിച്ചത് 42 കത്തികളാണ്. എങ്ങനെയാണ് ഈ ഒരു കത്തി വയറിനകത്ത് വന്നത് എന്ന് ചോദിച്ചപ്പോൾ വിദ്വാൻ പറഞ്ഞൊരു കാര്യം,
അത് ഡോക്ടറെ എനിക്കിടക്ക് കത്തികൾ കഴിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു എന്നാണ്. അത് സംഭവം സത്യമാണ്. 2016 ഇന്ത്യയിൽ നടന്നൊരു കാര്യം തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ മെയിൻ ഹോബി എന്ന് പറയുന്നത് വല്ലാണ്ട് വിശക്കുമ്പോൾ ഓരോ ചെറിയ ചെറിയ കത്തികൾ എടുത്ത് വിഴുങ്ങുക എന്നതാണ്. അതിനെ തുടർന്നിട്ടാണ് 42 കത്തികൾ ഡോക്ടർമാർ ഇദ്ദേഹത്തിൻ്റെ വയറിനകത്ത് നിന്നും ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ലിസ്റ്റിലെ 6ാമത്തെ സംഭവം നടക്കുന്നതും ഇന്ത്യയിലാണ്. ഒരു വ്യക്തിയുടെ വായ്ക്കകത്ത് എത്ര പല്ലുണ്ടായിരിക്കും? ആരും അടിച്ചു തെറിപ്പിക്കുകയോ വലിച്ചു പറിക്കുകയോ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 32 വയസ്സാകുമ്പോൾ 32 പല്ലുകൾ കൃത്യമായിട്ട് കാണേണ്ടതാണ്. എന്നാൽ 2014 ആഷിഖ് എന്ന പേരുള്ള വ്യക്തിയുടെ വായ്ക്കകത്തുണ്ടായിരുന്ന പല്ലുകളുടെ എണ്ണം എന്ന് പറയുന്നത് 232 ആദ്യമൊക്കെ വളരെ സൂക്ഷ്മമായിട്ട് പതിയൊക്കെ ആയിരുന്നു ഓപ്പറേഷനിലൂടെ ഓരോരോ പല്ലുകളായിട്ട് ഇങ്ങനെ പുറത്തെടുത്തതെങ്കിൽ ഓപ്പറേഷൻ്റെ അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തുമ്പോൾ ഇവർ ചുറ്റിക വെച്ച് അടിച്ചടിച്ചിട്ടായിരുന്നു ഈ ചെക്കൻ്റെ വായ്ക്കകത്ത് നിന്നും ഈ പല്ലുകളൊക്കെ പുറത്തെടുത്തിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെ ആയാലും 7-8 മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന വളരെ വലിയൊരു ദൈർഘ്യമുള്ള ഒരു ശസ്ത്രക്രിയയിലൂടെ ആഷിഖിൻ്റെ വായ്ക്കകത്തുള്ള അനാവശ്യമായിട്ടുള്ള പല്ലുകളെല്ലാം നീക്കം ചെയ്യാൻ ഡോക്ടർമാർക്ക് സാധിച്ചു. ഇന്ന് വളരെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ലാതെ 28 പല്ലുകൾ മാത്രമായിട്ട് വളരെ സുന്ദര കുട്ടപ്പനായിട്ട് ആഷിഖ് ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ലിസ്റ്റിലെ 7ാമത്തെ സംഭവം നടക്കുന്നത് 2017 വിയറ്റ്നാമിലാണ്. അവിടെ ഒരു വ്യക്തിക്ക് കാര്യമായിട്ടുള്ള വയറുവേദന വരും. അദ്ദേഹം നേരെ ഫാമിലി ഡോക്ടറെ അടുത്ത് പോകും. ഫാമിലി ഡോക്ടർ കുറച്ച് പെയിൻ കില്ലർ എഴുതി കൊടുക്കും. അദ്ദേഹം നേരെ തിരിച്ചു വരും, അത് കഴിക്കും, മാറും. ഇതന്നെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു തവണ ഭയങ്കര ശക്തമായിട്ടുള്ള വയറുവേദന അദ്ദേഹത്തിന് വരികയാണ്. അതുകൊണ്ട് ഇയാൾ ഫാമിലി ഡോക്ടർ ഒഴിവാക്കിയിട്ട് വേറൊരു ഹോസ്പിറ്റലിൽ പോയിട്ട് കാണിക്കുകയാണ്. അവിടെ ഡോക്ടർമാർ ഇദ്ദേഹത്തെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കാൻ സാധിച്ചത് പണ്ട് 18 വർഷങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിന് ഒരു ആക്സിഡൻറ്റ് നടന്നപ്പോൾ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്പറേഷൻ ചെയ്ത സമയത്ത് അന്ന് ഡോക്ടർ ഉപയോഗിച്ചൊരു കത്തി ഒരു സ്മാരകാർത്ഥം ഇദ്ദേഹത്തിൻ്റെ വയറിനകത്ത് തന്നെ വെച്ചിട്ടായിരുന്നു ഡോക്ടർ തുന്നി പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു കത്രിക ഇയാൾ ഇളകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടുന്നതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇത്രയും വളരെ വലിയ രീതിയിലുള്ള വയറുവേദന ഇദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. എന്ത് തന്നെ ആയാലും വളരെ നല്ല രീതിയിലുള്ള ശസ്ത്രക്രിയയിലൂടെ കത്രിക പുറത്തെടുക്കാനും വല്ല പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത അയാൾക്ക് ഇന്ന് ജീവിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം പലപ്പോഴും നമ്മുടെ മലയാളത്തിലുള്ള പല മാധ്യമങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സിസേറിയൻ ചെയ്തു, കത്രിക മറന്നു വെച്ചു, സ്ത്രീയുടെ വയറിനകത്ത് നിന്ന് 2ാമത് ഓപ്പറേഷൻ ചെയ്തിട്ട് കത്രിക എടുത്തു എന്നൊക്കെ പറഞ്ഞൊരു സാധനം. നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 8ാമതായിട്ട് വരുന്നത് വളരെ വേറെ ലെവൽ ഒരു കില്ലാടി ആയിട്ടുള്ള സ്ത്രീയുടെ കാര്യമാണ്. ഓസ്ട്രേലിയക്കാരായിട്ടുള്ള ഈ സ്ത്രീ ഒരിക്കൽ അവരുടെ ഫാമിൽ പോയിട്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ കൃഷി കാര്യങ്ങളൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്ത് അവിടെ കണ്ടൊരു ചാരു കസേലയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് ഉച്ചമയങ്ങി. പക്ഷേ അവിടെ നിന്നും എണീറ്റ് ഇവർ വീട്ടിൽ പോയതിനു ശേഷം കാര്യമായിട്ടുള്ള വൊമിറ്റിംഗ് ടെൻഡൻസി ഇവർക്ക് ഉണ്ടാവുകയാണ്. വീണ്ടും ഇങ്ങനെ വൊമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഛർദ്ദിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവം എന്നുള്ളത് ഇവർക്ക് യാതൊരു പിടിയും കിട്ടുന്നില്ല. എന്നാൽ പോലും എന്താണ് കാര്യമെന്ന് അറിയണമെന്ന ആഗ്രഹത്തോട് കൂടിയിട്ട് തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിലോട്ട് ഇവർ പോവുകയാണ്. ഇവർ നേരെ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർമാർ മേത്തിങ്ങനെ ജസ്റ്റ് ഒന്ന് കൈ വെച്ച് നോക്കിയപ്പോൾ തന്നെ ഡോക്ടർമാർക്ക് മനസ്സിലായി. അതോടുകൂടെ തന്നെ ഇവർ നേരെ അനസ്തേഷ്യ കൊടുത്ത് ഈ സ്ത്രീയെ പിടിച്ച് ഓപ്പറേഷൻ ടേബിളിൽ കിടത്തുകയാണ്. അതിനുശേഷം ഈ സ്ത്രീയുടെ വായ്ക്കകത്ത് നിന്നും കുത്തിത്തിരികെ ഇവർ എടുത്തിട്ടുണ്ടായിരുന്നത് 4 അടി നീളമുള്ള ജീവനുള്ള ഒരു പാമ്പിനെയായിരുന്നു. ഉച്ചമയക്കത്തിനിടയിൽ ഈ സ്ത്രീ വായ അടക്കാൻ ചെറുതായിട്ടൊന്ന് മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നിട്ടാണ് വായ്ക്കകത്ത് 4 അടി നീളമുള്ള ഈ ഒരു പാമ്പ് കയറിപ്പോയിട്ടുണ്ടായിരുന്നത്. എന്തെന്നായാലും ഈ ഒരു കൂട്ടത്തിൽ ഭയങ്കര വിചിത്രമായിട്ട് ഭയങ്കര വിയേഡായിട്ടുള്ള ഒരു മാരകമായിട്ടുള്ള ഒരു സാധനമായിട്ട് എനിക്ക് ഏതായാലും തോന്നിയിട്ടുള്ളത് ഇത് തന്നെ കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാണ് ഇത്തരത്തിൽ ഭയങ്കര വിചിത്രമായിട്ടും അതുപോലെ തന്നെ ഭയങ്കര കൗതുകകരമായിട്ടും തോന്നിയിട്ടുള്ളതെന്ന് തീർച്ചയായിട്ടും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് കണ്ണടക്കുന്ന അതേ ഇമ്പോർട്ടൻസോട് കൂടെ തന്നെ വായ അടക്കാൻ കൂടെ ഒന്ന് ശ്രമിക്കുക എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മളൊരു വീഡിയോ ജസ്റ്റ് വൈൻഡപ്പ് ചെയ്യുന്ന വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കുറച്ചധികമായി തോന്നുന്നില്ല നമ്മൾ ഇത്തരത്തിലൊരു സൺഡേ ഫണ്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇതിൽ നിന്നുള്ള ഒരുപാടധികം വീഡിയോസുകളുമായിട്ട് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ